ഇത്തവണത്തെ എൻ്റെ ഈസ്റ്റർ കൂട്ടുകാരുടെ കൂട്ടത്തിലായിരുന്നു. എനിക്കും കിട്ടിയായിരുന്നു ക്ഷണം. പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ 2 മാസം ആവാറേ. ഇത് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട്. അപ്പോൾ ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ ചോറ്, സാമ്പാർ, പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ അവിയലുണ്ടായിരുന്നു, പിന്നെ പയറുതോരനുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ പെരട്ട്, പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു, ലാസ്റ്റ് പോർക്കും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോർക്ക് നമ്മുടെ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കഴിച്ചിട്ട് സ്ഥലം വിട്ടു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പ്ലാന് പുറത്ത് പോവുക, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടെ ചെയ്തു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ സൺസ്ക്രീൻ ഇട്ടു, പിന്നെ എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോ ക്രീം ഇട്ടു, കണ്ണും കൂട്ടിയിട്ട് ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കറൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റഡും കൂടി എടുത്തിട്ട് ഇപ്പം എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും ഈ സ്റ്റഡ് ഇടാനാണ് ഇഷ്ടം. പിന്നെ ഒരു പുതിയ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും കൂടെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. മാസിൻ്റെ 24 ആയിരുന്നു ഷെയ്ഡ് നമ്പർ. ടാങ്കോ ടാങ്കി ആയിരുന്നു കളറ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ തട്ടിട്ടെടുത്തു. എന്നിട്ട് എന്തോ ഒരു കുറവുണ്ടല്ലോ, നമ്മൾ ബ്ലഷ് ഇട്ടില്ല, അങ്ങനെ കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുത്തു. എല്ലാവരോടും റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയി റെഡിയായി. പയ്യെ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരാട്ടോ ഇവരെല്ലാം. എല്ലാവരെയും കൂട്ടിയിട്ട് തൊട്ടടുത്ത് എവിടെയെങ്കിലും പോവുക, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, കുറച്ച് നേരം നടക്കുക, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ മൈൻഡിൽ. എല്ലാവരും ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇല്ലാത്തൊരു ദിവസം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചുരുക്കമാണ്. ഈസ്റ്ററിന് അന്ന് അങ്ങനെ ആർക്കും ഷിഫ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റീൻ്റെ ബാക്കിൽ ഒരു സ്പോട്ടുണ്ട്, അവിടെ പോകാം, ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അറിയില്ലാത്ത ഏതോ ഒരു വഴി കൂടെ ഒക്കെ പോയി ചാടി ലാസ്റ്റ് ഒരു മതിലിൻ്റെ മുമ്പിലൊന്ന് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ചേച്ചി എന്നോടൊരു ചോദ്യം, ഇതാണോ പെണ്ണേ നീ കണ്ടുപിടിച്ച വഴിയെന്ന്. അങ്ങനെ എല്ലാവരും കൂടി എന്നെ ചീത്ത പറഞ്ഞു. ഞങ്ങൾ അതൊക്കെ ചാടിക്കിടന്നു, വീണ്ടും അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോഴേക്കും അവിടെ വെച്ച് ഞങ്ങളുടെ 1-2 ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നടന്നു. സമ്മർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണല്ലോ ഡണ്ടലിയൻസ്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ അത് ഊതാണ്ട് പോവാത്ത ആരുമില്ല. ഞങ്ങളും എല്ലാവരും അത് ഓരോന്ന് ഊതി. അപ്പോൾ ഇത് ഊതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കൊരു വിഷ് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം അത് ഊതാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മനസ്സിൽ വിഷ് ചെയ്തിട്ട് അതൊന്ന് ഊതി. അങ്ങനെ നോക്കിയപ്പോഴാണ് കക്ഷി ഒറ്റയ്ക്ക് പോകുന്നത് കണ്ട്. സംഭവം എന്താണെന്നൊന്നും എനിക്കറിയില്ല, കാരണം താറാവല്ല. പോകുന്ന വഴിക്ക് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകണേന്ന്. ആരും പോയിട്ടില്ലെന്നേ, ഞാനല്ലാണ്ട് വേറെ ആരും അവിടെ പോയിട്ടില്ല. പോകുന്ന വഴിയാണെങ്കിൽ കാടും. അപ്പോൾ ഇവർക്കിങ്ങനെ ആലോചിക്കുക ഇതെന്ത് സംഭവം. അങ്ങനെ ഞങ്ങൾ അത് കൂടെ നടന്നെത്തുന്നത് ഈ കാണുന്ന സ്പോട്ടിലാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി, ആകാശവും. മെയിനായിട്ടുള്ള ഉദ്ദേശം സൺസെറ്റ് കാണാൻ പോകാന്നുള്ളതായിരുന്നു. ഇവിടെ നിന്നുള്ള സൺസെറ്റും വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കാണാം എന്ന് വിചാരിച്ചാണ് പോയത്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, കുറച്ച് നല്ല മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്ത്. അത് കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു, ഓക്കെ നമുക്കിനി അടുത്ത സ്പോട്ട് അടിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അവിടുത്തെ വൈബും കാര്യങ്ങളും ആ സ്ഥലമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ ഐഡിയ ആയിരുന്നു ഇത്, എൻ്റെ ബുദ്ധി വിമാനമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് ഇടുക.